അപ്പോ മമ്പുറം തങ്ങളുടെ പേരിൽ വഹാബികൾ നിർമ്മിച്ചുണ്ടാക്കിയതാണ് ആ ഫത്വ. വേറൊരു സ്ഥലത്ത് ആ ഫത്വ കാണപ്പെടുകയും എന്നിട്ട് കരീം മാസ്റ്ററോ അല്ലെങ്കിൽ അപ്പറഞ്ഞ സത്താർ മാസ്റ്ററുടെ എത്തുദ്ധരിക്കുക അതിനെ കുഴപ്പമില്ല. പക്ഷെ അതിന് അടിത്തറ വേറെ കാണണം. ഇതാകെ സത്താറിന്റെ ബുക്കേ ഉള്ളൂ അടിത്തറ. നിങ്ങൾക്ക് എവിടുന്നും കിട്ടിയില്ലല്ലോ. നിങ്ങൾ എവിടുന്നാന്ന് പറഞ്ഞൊരു കുറിപ്പ് കൊടുന്നു നോക്കി. നമ്മൾ ചോദിച്ചാൽ ആ കുറിപ്പാരാ എഴുതിയത്? അയി തന്നെ എഴുതി. മമ്പുറങ്ങൾ ഒഫാത്തായി 15 കൊല്ലം കഴിഞ്ഞിട്ട് എഴുതിയതാണ് അയി തന്നെ ഉള്ളത്. എങ്കിൽ ആരാ ഈ സംഭവം കേട്ടത്? തങ്ങൾ എവിടെയാ രേഖപ്പെടുത്തിയത്? 4 ചോദ്യമാണ് ചോദിച്ചപ്പോൾ പിന്നെ ആ കണ്ടം തന്നെയല്ല, ആ ബുക്ക് എടുക്കാൻ പോയത് തന്നെ കണ്ടില്ല. ഒടുവിൽ അതിൻ്റെ മാനദണ്ഡമായി ചെന്നെത്തിയത് അബ്ദുൽ കരീമിൻ്റെയും അബ്ദുൽ സത്താറിൻ്റെയും ബുക്കിലാണ്. നമ്മൾ പറഞ്ഞു സുന്നികൾക്കത് സ്വീകാര്യമല്ല, മുജാഹിദുകൾ ഷിയയാണ് എന്ന് പറഞ്ഞത് കൊണ്ടോട്ടി തങ്ങന്മാരെ കുറിച്ച് മാത്രമല്ല, എല്ലാ സുന്നികളെ കുറിച്ച് പോലും പറയുന്നതാണ്. പുതിയൊരു സംഭവമേ അല്ല. നമ്മൾ ആ ചോദ്യം ചോദിച്ചത് ഇവർക്ക് പറ്റിയില്ല. പുതിയ സുന്നി വോയിസ് ഉണ്ടല്ലോ നിങ്ങൾ, 2025 ജൂൺ 16:30 ഇതില് കൊണ്ടോട്ടി തങ്ങൾ പാപ്പയെ കുറിച്ച് ലേഖനമുണ്ട്. പുതിയതൊന്നുമില്ല, ഇവലീ ഷിയാ പൈസയൊക്കെയാണ് ഇതിന്. പക്ഷെ അതിൽ പറയുന്നുണ്ട്, മുജാഹിദിന്റെ ബുക്ക് വായിച്ചു കൊടുത്തിട്ട് നമ്മൾ സ്വീകരിച്ചില്ല. ഓ, വഹാബിയുടെ ബുക്ക് ഞങ്ങൾ വായിച്ചു കൊടുത്തിട്ട്, ഞാൻ വായിച്ചത് ഇതാ, ഇവരെ ആ ബുക്കൊക്കെ ഉദ്ദേശിച്ചിട്ട് പറയാണ്. എത്ര വ്യക്തമാണ് കാര്യങ്ങൾ, ഒരു വ്യക്തമില്ല, വെറുതെ പറയാം. എന്നിട്ട് അതിൽ പറയാ, എന്നാലും കുരുവട്ടൂരിലെ വ്യാജ ത്വരീഖത്തുകാർ ചോദിക്കുന്നു, ഈ ചരിത്രകാരൻ വഹാബിയല്ലേ, അയാളുടെ വാക്ക് സ്വീകരിക്കാമോ എന്നാണ്. അതിനല്ലേ മുസ്ലിമീങ്ങളൊക്കെ ചോദിക്കുക. അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആളുകൾ മുഴുവൻ ചോദിക്കണത്. അതെല്ലാവരും ഒന്നിച്ചു ചോദിക്കുന്ന ചോദ്യമാണ്. സുന്നി വോയിസിന് ഇപ്പം ആ ചോദ്യം പിടിച്ചിട്ടില്ല. നിങ്ങൾക്ക് പിടിച്ചില്ലേ വേണ്ട, ഞമ്മക്ക് ആ ചോദ്യം ചോദിക്കാനുള്ള തന്നെയാണ്. വഹാബി എഴുതിയത് സ്വീകാര്യമല്ല, നിങ്ങൾക്കിപ്പോൾ സ്വീകാര്യമാവും, കാരണം രണ്ടും മിങ്കിളായല്ലോ. ഞങ്ങൾക്കത് സ്വീകാര്യമല്ല, നാട്ടുകാർക്കും പൊതുജനങ്ങൾക്കൊന്നും സ്വീകാര്യമല്ല.